ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ചാച്ചനില്ല, ആവുട്ടനില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോവാണ്. ഒറ്റയ്ക്കൊരു യാത്ര പോവാണ്. യാത്രയെന്ന് പറയാനൊന്നുമില്ല, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങണം. അപ്പം ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറേ ഇല്ല കേട്ടോ. മൊത്തം അച്ഛയാണ് പോകുന്ന സാധനമൊക്കെ മേടിക്കാനായിട്ട്. ഞാൻ അവളുള്ളതുകൊണ്ട് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് പോയി ഇതാവുന്നു എന്നുള്ള രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉറങ്ങുമൊന്നും അല്ല, വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അച്ചടയിൽ വെറുതെ ഇരിക്കുകയാണ് അവൾ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാം. ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ട് അതിൽ എപ്പോഴും അച്ഛനുണ്ടാവും, ആവക്കുഞ്ഞുണ്ടാവും. ഇപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനെന്നല്ല, ലോങ് വീഡിയോ എടുക്കാനേ മടിയാണ്, ഭയങ്കര മടി. എന്താണെന്നറിയത്തില്ല കേട്ടോ, ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ഒന്നും നമ്മുടെ ചാനലിൽ കാണാറേ ഇല്ല. ആണ്ടിന് സംക്രാന്തിക്കും വല്ലതും ഈ ജനുവരി തുടങ്ങിയിട്ട് എന്തോ 1-2 വീഡിയോ ആയിട്ടുള്ളൂ. വെയിലടിക്കുന്നതുകൊണ്ട് ഭയങ്കര വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം. ഉച്ച കഴിഞ്ഞ സമയം ചോറൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്താ വാങ്ങണ്ടേ എന്നുള്ളത്. നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പം, നമുക്ക് അറിയാൻ പെട്ടെന്ന് വരാൻ എളുപ്പമുള്ളൊരു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ട്, അതായത് ഫുട്ബോൾ കോർട്ട്. അതാണ് നമുക്ക് വഴി പറഞ്ഞു തരാനായിട്ട് ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പോൾ ഇതാണ് ഫുട്ബോൾ കോർട്ട് കേട്ടോ. ഇതുണ്ടോ, ടർഫ് മൈതാനം പോലെ കിടക്കുന്നു. ATS എരീന എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അത് എനി ടൈം സ്പോർട്സ് എന്നാണ്. എപ്പോൾ വേണമെങ്കിലും, അതായത് പാതിരാത്രിയൊക്കെ ഇവിടെ കളി കിടക്കും കേട്ടോ. രാത്രി 12 മണി 1 മണിക്കൊക്കെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ മാത്രമല്ല എല്ലാ കളികളും ഉണ്ട്. ഇതാണ് കേട്ടോ അത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇതൊരു സ്പോട്ടാണ് കേട്ടോ. ഒരു വലിയ കയറ്റമാണ് കേട്ടോ. ഈ കയറ്റം കയറി ചെല്ലുന്നത് നമ്മുടെ പഴയ സ്റ്റാൻഡിലേക്കാണ്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര കാറ്റാട്ടോ. എന്നെ കൂടെ എടുത്തുകൊണ്ട് പോകുന്ന സൈസിലുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. പഴയ സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുള്ളും കടകളാണ് കേട്ടോ. അതിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമുക്കിവിടെ എന്ത് സാധനം മേടിക്കണമെങ്കിലും നല്ല സുഖമാണ്. ഇതാണ് നമ്മുടെ പഴയ സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ ഇപ്പം ബസ്സുകളൊന്നുമില്ല. നമ്മുടെ പുതിയ സ്റ്റാൻഡിലേക്ക് കുത്തിറക്കണം കേട്ടോ. പഴയ സ്റ്റാൻഡിലേക്ക് കയറ്റാണെങ്കിൽ പുതിയ സ്റ്റാൻഡിലേക്ക് ഇതാ നല്ലൊരു ഇറക്കമാണ്. ബസ് വരുന്നുണ്ട്. യെസ്, KSRTC. എത്ര? 50 ഗ്രാം മതി. സോറി കേട്ടോ, ഞാൻ കാക്കിലെന്നാണ് പറഞ്ഞേ. അയ്യോ സോറി കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടോ? 3 കട്ട്ലറ്റ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അതെ, മെയിനായിട്ട് ഞാൻ ചീനിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു, ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മാറ്റി വെച്ചിട്ട് വേണമല്ലോ ഉപയോഗിക്കാൻ. അതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചോളൂ. വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സമയം വൈകുന്നേരം ആകാറായി. അപ്പം കട്ടപ്പനയിലെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അന്യായ തിരക്കാണ് കേട്ടോ. ഈ ഒരു സമയം കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് വണ്ടി കാരണം നമുക്ക് മര്യാദയ്ക്ക് നടന്നു പോലും പോകാൻ പറ്റത്തില്ല, അതുപോലത്തെ തിരക്കാണ്. അപ്പം സാധനം മേടിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് മേടിച്ചു. നമ്മുടെ ഇങ്ങോട്ട് കയറിയാൽ മാത്രം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് അത്ര തിരക്കില്ലാത്ത സ്ഥലം. എന്ന് വെച്ചാൽ വണ്ടി പോകുന്നില്ല എന്നല്ല, എന്നാലും മറ്റേതിനേക്ക് അപേക്ഷിച്ച് കുഴപ്പമില്ലാത്തൊരു ഏരിയ ഇതാണ് കേട്ടോ. 2 ഡ്രസ്സെന്ന് പറഞ്ഞാൽ നെയ്റ്റി ഡ്രസ്സൊക്കെയാണ് കേട്ടോ എടുത്തത്. മറ്റേ പാൻറ്റും അങ്ങനെ സാധനങ്ങളൊക്കെ. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാൻറ്റെല്ലാം ലൂസായി പോയി കേട്ടോ. വേറൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം വയറുണ്ടാകുന്ന സമയത്ത് ഇട്ടത് കൊണ്ട് വയറ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പാൻറ്റൊക്കെ അഴിഞ്ഞു പോയി, ഇടാൻ പറ്റാത്ത അവസ്ഥയായി പോയിട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയ്ക്ക് പോകാൻ സമയമില്ലാഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ കുത്തിവെച്ചുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓർത്ത് വേണ്ട, സമയം കണ്ടെത്തി പോകണം, ഇല്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും കടയിൽ പോയി വാങ്ങണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയാണ്. എൻ്റെ പുറകിലൊരു കൊച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു ചെറിയ കയറ്റമാണ്. ഇത് നമ്മുടെ ഫ്ലാറ്റിലേക്കുള്ള കയറ്റം. ദേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ്. ഇങ്ങനൊരു ലുക്കിൽ കണ്ടിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ ഫ്ലാറ്റ്. അങ്ങനെ ഈ കയറ്റം ഇപ്പോൾ കുഴപ്പമില്ല. പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് കയറണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. അവർ രണ്ടുപേരും
രണ്ടാളും ഉറങ്ങിയോ, അവക്കുഞ്ഞ് ഉറങ്ങിയോ, ഇനി രണ്ടുപേരും ഉറങ്ങിയില്ലേ, ഇനി കാവലിരുത്തിയ ആൾ ഉറങ്ങിപ്പോയോ, ഇതൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലാറ്റിലെത്തി. ഇവിടെ മുഴുവൻ തുണി വിരിച്ചിട്ടുണ്ട്. നോക്കാം. ഷൂൻ്റെ ചെരുപ്പ് രണ്ടുപേരും എന്നെടുക്കാൻ നോക്കാം. ഡോർ അടച്ചിട്ടില്ല. അടച്ചിട്ടുണ്ട്. തുറക്കുന്നില്ലല്ലോ മാമ. ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയാലോ? ജനലിൽ കൂടെ ഒന്നും കാണത്തില്ല. ഉറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. ഉറക്കെ കൊട്ടാത്തതിനെന്ന് വെച്ചാൽ അവക്കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ എന്നാൽ തന്നെയാണ്. തുറക്കില്ല. ഫോൺ വിളിക്കേണ്ടി വരുമോ? അതൊന്നും കാണാൻ പറ്റില്ല. അച്ചാച്ചാ നോ രക്ഷ. ഞാൻ നാട്ടാ. എന്തുവാ അപ്പോൾ അടയ്ക്കുമോ? അയ്യോ പിന്നെ അതിനിപ്പന്നെ എനിക്ക് അവിടെ ഉറങ്ങിയോ? അവിടെ ഉറങ്ങിയോ? മമ്മി എപ്പോഴും മമ്മി എന്ന് അകത്തോട്ട് കയറട്ടെ. മമ്മി എന്ന് രാവിലെ ഉച്ചയ്ക്ക് കുളിക്കുവാനോട് ചോദിക്കാം. അവിടെ ഞാൻ ചോദിക്കാം. ഞാൻ അച്ഛനോട് അവരുടെ അച്ഛൻ പാല് മേടിക്കാൻ പോയത് അല്ലേ? പിന്നെ അങ്ങനെ പറയട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ സാധന കാര്യങ്ങൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ അച്ഛ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞെട്ടും. ആ, അതൊരു അബദ്ധം പറ്റിയേ. ആദ്യം ഒരു കടയിൽ കയറി ഇവിടുത്തെ ബേക്കറിയുടെ ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അവിടെ ഇച്ചിരി ചെറുതാണ് സംഭവം. ഞാൻ തന്നെ മേടിച്ചു. 50 ഗ്രാമേ മേടിച്ചുള്ളൂ. 100 രൂപയാണ് ക്യാഷ്നെറ്റിന്. അത് കഴിഞ്ഞിട്ട് അല്ല, ഒരു 100 ഗ്രാമിന് 100 രൂപ. ആ ശരി, അങ്ങനെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി മുഴുത്തത് കണ്ടത്, മറ്റേ കൊച്ചിൻ ബേക്കറി. ഞാൻ പിന്നെ അത് 100 ഗ്രാമിന് 120 രൂപ. ആ 60 രൂപ. അങ്ങനെ മൊത്തം 120 രൂപയുടെ കപ്പലിട്ട് മേടിച്ചു ഞാൻ. നമുക്കൊരു തവിയുണ്ട്. ഈ തവി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനും മറിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുമല്ലോ. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ സ്മെല്ല് പോകില്ല. വേറൊന്നും അത് പോകാതെ അത് തടിയായിട്ടായിരിക്കും അല്ലേ പോകാത്തത്? സ്മെല്ലാതെ തടിത്തവിയായിട്ടായിരിക്കും സ്മെല്ല് പോകാത്തത് അല്ലേ? ഇത് വേറെന്തോ മെറ്റീരിയലാണ്. അത് ഇതിൻ്റെയാണ്, തെങ്ങിൻ്റെ ആണോ? ഇത് വേറെന്തോ തടിയാണ്. എത്ര? 100 രൂപ. 28 രൂപ. അടുത്തത് ഇച്ചിരി മുഴുത്തല്ലേ? സെയിമാ? ഇതിൻ്റെ വലുതെന്ന് പറയുമ്പോൾ ഭയങ്കര വലുപ്പമാണ് ചാ. എന്നാ അലുമിനിയമാണോ? എനിക്കത് അതിനും പിന്നെ ഈ തവിക്കും കൂടെ 250 തോന്നുന്നു. ഇവിടെ നീ വലുപ്പമുള്ളല്ലേ? അതിൻ്റെ പിന്നെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം എണ്ണ പുരട്ടി ഉപയോഗിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഓക്കെ, നല്ലതായിരുന്നു. അതിൻ്റെ ബില്ലാണോ? അല്ല, ഇതും പറ്റ അവിടുന്ന് തന്നെയാണ്. ഞാൻ സ്റ്റാൻഡിൽ നിന്നും മേടിച്ചു. അതെന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കി. അതും ക്യാഷിനായിട്ട്. അത് പൊട്ടിക്ക്. പറ കണ്ണെഴുതാനുള്ളതാട്ടോ.
അതിനകത്ത് ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം ചിലപ്പോൾ അച്ഛനെ ഓടിക്കുമെന്ന് അയ്യോ എനിക്ക് വയ്യ. അത് കാണിക്കേണ്ട സാധനമാണ് ഒരു ഐറ്റം. കാറ്റഗുളിയുടെ മണമോ? ഇത് അവളെ കിടത്തേണ്ടടുത്താണല്ലോ ഇട്ടേക്കുന്നത്. അതൊരു പാൻ്റാട്ടോ. എന്നാന്നോർത്ത് വലുതാ. പക്ഷേ നാണങ്ങ് മേടിച്ചതേ ഉള്ളൂ. അടിക്കാനുണ്ട്. കുറേ തുണി ഇവിടെ ഇരിപ്പുണ്ട് അടിക്കാൻ. ആർക്കും വണ്ണം കുറയ്ക്കാൻ. ഇപ്പം ഇങ്ങനത്തെ മോഡൽ പാൻ്റ് ഉള്ള ചാച്ചാ. അല്ല ഇത് കറക്റ്റാ. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചു. മഞ്ഞ കളർ. അതൊരു ഷോർട്സാണ്. ഇച്ചിരി വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നു. അതുണ്ടായിരുന്നുള്ളൂ അവിടെ. വേറെ ഇല്ലായിരുന്നു. ഞാൻ അറിഞ്ഞാൽ തിരിച്ചുകൊണ്ടിരുന്നു. അത് കുഴപ്പമില്ല. ഇല്ലെന്നേ അച്ഛൻ പറഞ്ഞത്. ഓക്കെ, അത് സീക്രട്ടായിട്ടുള്ള സാധനമാണ് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ബാക്കി പിന്നെ പറയാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അവസാനത്തെ സാധനം അച്ഛക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.